വെൽക്കം ബാക്ക് ടു ബൈക്കേഴ്സ് യൂണിയൻ കേരള. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ബെസ്റ്റ് ജാക്കറ്റ്, ബെസ്റ്റ് എന്ന് പറയാനല്ല, ഒരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ ഒരു ഏറ്റവും നല്ല ജാക്കറ്റ്, റിനോക്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ജാക്കറ്റ് ഏതാണെന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ പരിചയപ്പെടുത്താം. ആ ജാക്കറ്റ് തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത്. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ കാണുന്ന ഓരോരുത്തരും കമൻറ്റും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ കാണുന്ന ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു, വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓക്കെ ഇടിച്ചു വെട്ടിക്കുക. അപ്പം എന്നാൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന റൈഡ് സംബന്ധിച്ച വീഡിയോസ്, റൈഡ് സംബന്ധിച്ച് എന്ത് വീഡിയോയും കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ജാക്കറ്റ് ഏതാന്ന് ചോദിച്ചാൽ റിനോക്സിൻ്റെ V2 എന്ന് ഉദ്ദേശിക്കുന്ന ഒത്തിരി പേർക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. അതായത് V1 എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഈ ജാക്കറ്റ് മാത്രം, അതായത് റെയിൻകോട്ട് അല്ല, അതായത് ജസ്റ്റ് ഒരു ജാക്കറ്റ്, അതായത് പാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ പ്രൂഫ് നല്ലതെന്ന് വെച്ചാൽ റെയിൻകോട്ട് ഇല്ല V1-ലൂടെ. അതാ V2 എന്ന് വെച്ചാൽ ഇത് V2 ആണ്. V2 എന്ന് വെച്ചാൽ ഇവിടെ റെയിൻകോട്ടും കാര്യങ്ങളും വരും. അതിനുള്ള സിബാണ് ഈ കാണുന്നത്. ഈ സിബിലേക്ക് അത് കണക്ട് ചെയ്തിട്ട് അത് ഇടുന്നതാണ് V2. അത് കാണിക്കാം. പിന്നെയെന്ന് വെച്ചാൽ V3 എന്ന് പറയുന്നത്, V1, V2, V3 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, V3 എന്ന് പറയുമ്പോൾ വേറൊരു ലെയറോടെ ഇവിടെ വരും. അത് ഇതിനില്ല. ഇത് V2 റിനോക്സിൻ്റെ ജാക്കറ്റാണ്. റിനോക്സിന് എൻ്റെ V3 ഉണ്ട്. V3-യിൽ ഇവിടെ ഒരു ലെയറോടെ വരും. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, തണുപ്പ് കാലത്ത്, തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതിടാം. അതിപ്പം മൂന്നും ഒരുമിച്ചിടണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ V3 ജാക്കറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് റെയിൻകോട്ട് ആവശ്യത്തെ സമയത്ത് ഊരി മാറ്റാം, അല്ലെങ്കിൽ റെയിൻകോട്ട് യൂസ് ചെയ്യാം. മൂന്നും ഒരുമിച്ചിടാൻ എന്നെക്കാളും ബെറ്റർ, മൂന്നും ഒരുമിച്ചിട്ടാൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതിനേക്കാൾ ബെറ്റർ എന്ന് വെച്ചാൽ ഇപ്പം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ടൈറ്റ് ചെയ്യണ രണ്ട് ഇതുണ്ട്, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വരുന്നത് ഇവിടെ ഒരു നല്ല രീതിയിലൊരു പാടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ ഒരു പാട്, നല്ല രീതിയിലുള്ള പാടും കാര്യങ്ങളും വരും. പിന്നെ നമുക്ക് അതിൻ്റെ ലോഗോയാണ്. ലോഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിനോക്സിൻ്റെ അത്യാവശ്യം നല്ല ലോഗോയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഇതുണ്ട്, അതായത് ടൈറ്റ് ചെയ്യാവുന്ന റിനോക്സ് രണ്ട് ക്ലിപ്പും കാര്യങ്ങളുണ്ട് ഇവിടെ വരുന്നത്. താഴത്തേക്ക് വന്നാൽ ഇവിടെ ഒരു സിബും കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം ഫോണും കാര്യങ്ങളും പൈസയും കാര്യങ്ങളൊക്കെ വെക്കാം. അത്യാവശ്യം നല്ലതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ സൈഡിലും ഒരു അകത്തേക്ക് വയ്ക്കുന്ന ഒരു സിബും കാര്യങ്ങളുണ്ട്. അകത്ത് നല്ല അത്യാവശ്യം നല്ല ഹോളും കാര്യങ്ങളൊക്കെയാണ്. ആ സെയിം തിങ് തന്നെയാണ് ഇവിടെ. റൈറ്റ് സൈഡിലെ ഇവിടെ ഒരു പാടുണ്ട്, ഇവിടെ ഒരു പാടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എൻ്റെ ബാക്കിലൊരു പാട്, അതായത് ഇവിടെ അത്യാവശ്യം നല്ലൊരു പാടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമ്മുടെ ലോഗോയാണ്, ബൈക്കേഴ്സ് യൂണിയൻ്റെ ലോഗോ കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഇത് ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ്, ഇതെന്താണ് ബ്രോ, ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ പാൻറ്റും കാര്യങ്ങളും മേടിക്കുന്നവരാണെങ്കിൽ പാൻറ്റിൽ ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു സാധനമാണിത്. ഇതിങ്ങനെ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇതങ്ങ് ഊരി മാറ്റിയിട്ട് ആ പാൻറ്റിൻ്റെ അറ്റത്തൊരു ഇതുപോലത്തെ ഒരു സാധനമുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് സിബ് കയറ്റി കഴിഞ്ഞാൽ പാൻറ്റ് ഇങ്ങനെ ബാക്കിൽ നല്ല ടൈറ്റായി. ഒരു സൈഡിലെ ഇപ്പറേ അതിന് സിബും കാര്യങ്ങളും വരുന്നില്ല കേട്ടോ, അതൊരു സൈഡിൽ മാത്രമാണ് സിബും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ റെയിൻകോട്ട്, അതായത് V2. V3 ഇത് V2. ഇപ്പം റൈഡ് പോകുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ജസ്റ്റ് റെയിൻകോട്ടിൻ്റെ ലെയർ ഇടുക, അതായത് ഈ ലെയർ ഇടുക. ബാക്കി മറ്റേ സാധനം, അതായത് V3-യിലെ ആ തണുപ്പാലത്ത് ഇറങ്ങ അത് ഒരു ബാഗ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ ടൈമിങ്ങിൽ വരുവാണെങ്കിൽ ജസ്റ്റ് അതെടുത്തിട്ടാൽ മതി. അല്ല, അതായത് മൂന്നും ഇട്ടുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും നമുക്ക്. അപ്പം എൻ്റെ ജാക്കറ്റ് എന്ന് വെച്ചാൽ V2 ആണ്, V3 അല്ല. ഞാൻ റെയിൻ്റെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ആ സാധനം കാര്യങ്ങൾ മേടിച്ചില്ലായിരുന്നു. അപ്പം നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിച്ചു. നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സിംഗിൾ കാര്യങ്ങൾ നൈസായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചിടുക. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ സാധനം
ഇതിൻ്റെ അകത്ത് വഴി ഇത് ഞാൻ ഉപയോഗിക്കുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതല്ലാതെ ഒത്തിരി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് DST അങ്ങനത്തെ ഒത്തിരി ജാക്കറ്റും കാര്യങ്ങളും അത്യാവശ്യം ഒരു 10 രൂപ പൊക്കത്തിലുള്ള ജാക്കറ്റാണ് ഏകദേശം DSTയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഒരു വീഡിയോ ആ ജാക്കറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റൈഡറിന് റിനോക്സിൻ്റെ ജാക്കറ്റും കാര്യങ്ങളും ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ബെസ്റ്റ് ജാക്കറ്റ് എന്ന് വെച്ചാൽ റിനോക്സ് അല്ല, ഒരു ആവറേജ് ഒരു മീഡിയം ലെവലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മീഡിയം ലെവലിൽ ജാക്കറ്റ് എന്ന് വെച്ചാൽ അന്ന് അത്ര ലോയും അല്ല, അന്ന് അത്ര ഹൈയും അല്ല, ഒരു മീഡിയം ലെവൽ 5000 രൂപയുടെ ജാക്കറ്റും കാര്യങ്ങളും റിനോക്സിൻ്റെ ജാക്കറ്റ് തന്നെ ആയിരിക്കും ബെറ്റർ. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കരുത്, എന്നാലും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. റെഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒരു പൈസ മുടക്കും ഇല്ലാത്ത കാര്യമാണ്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കിണി 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 എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.